ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ഇങ്ങനെയുള്ള ശ്രീമന്നാരായണീയം നാരായണപാദങ്ങളിൽ നാരായണ ഭട്ടതിരി എന്ന ഭക്തൻ സമർപ്പിച്ച ശ്രീമന്നാരായണീയം, ആ ശ്രീമന്നാരായണീയത്തെ നാരായണീയ മധുരമായി നാം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് 174 ദിവസം. ശ്രീമദ് നാരായണീയം 17ാമത്തെ ദശകത്തിൽ 6ാമത്തെ ശ്ലോകത്തെയാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. പതിവ് പോലെ ആദ്യം ശ്ലോകം ഒരു വട്ടം ചൊല്ലുക, അതിനുശേഷം അതിൻ്റെ അന്വയം, അർത്ഥം, പിന്നീട് വീണ്ടും ഒരിക്കൽ കൂടി ശ്ലോകം ചൊല്ലി സമർപ്പിച്ച് ഏറ്റവും ഒടുവിൽ ശ്ലോകത്തിൻ്റെ മലയാള ഭാഷാഗാനം അല്ലെങ്കിൽ ഒരു നിഴൽ നാരായണീയം എന്ന പേരുള്ള ശ്രീഹരിയം പാടി ഭഗവത് പാദാരവിന്ദങ്ങളിൽ ഭക്തജനങ്ങളുടെ പാദങ്ങളിൽ സമർപ്പിക്കുക. അപ്പം ആദ്യം ശ്ലോകം 17ാമത്തെ ദശകം 6ാമത്തെ ശ്ലോകം. താവത്തപോബല നിരുച്ഛ്വസിതേ ദിഗന്തേ ദേവാർത്ഥിതസ്ത്വമുദയൽ കരുണാർദ്രചേതാം ത്വദ്രൂപഛിദ്രസനിലീനമതേ പുരസ്താദാവിർബഭൂവിധ വിഭോ ഗരുഡാധിരൂഢ. താവൽ ദിഗന്തേ തപോബല നിരുച്ഛ്വസിതേ ഹരേ വിഭോ ത്വം ദേവാർദ്ധിത ഉദയൽ
പുരസ്താൽ ഗരുഡാധിരൂഢ ആവിർബഭൂവിധ. താവത് ആ ഗംഭീരമായിട്ടുള്ള തപസ് 5 വർഷം അനുഷ്ഠിച്ചു എന്ന് പറഞ്ഞു. ആ തപസ് അതിനെ അങ്ങനെ ക്രമത്തിൽ വർദ്ധിപ്പിച്ച് കൊണ്ടുവന്നിട്ട് ദിഗന്തേ തപോബല നിരുച്ഛ്വസിതേ, ദിഗന്തം മുഴുവൻ തപശക്തി കൊണ്ട് ശ്വാസം കഴിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയപ്പോ വിഭോ ഗുരുവായൂരപ്പ ത്വം അവിടുന്ന് ദേവന്മാരുടെ അഭ്യർത്ഥനയനുസരിച്ച് ദേവാർത്ഥിത ഉദയൽ കരുണാർദ്രചേത, ആ കിളിർന്നരുളുന്ന കനിവുകൊണ്ട് കരളലിഞ്ഞ് ത്വദ്രൂപചിദ്രസ നിലീനമത ഭവൻ സ്വരൂപത്തിങ്കല ചിദാനന്ദത്തിൽ നന്നായി ലയിച്ച ചിത്തവൃത്തിയോടുകൂടിയ ആ ഭഗവാൻ പുരസ്താൽ ധ്രുവന്റെ മുമ്പിൽ ഗരുഡാധിരൂഢ ആവിർബഭൂവിധ, ഗരുഡവാഹനനായിക്കൊണ്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നു. ഇവിടെ കഠോര തപസ് ഇപ്പോ ഭഗവാൻ ധ്രുവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ദിഗന്തം, ദിക്കുകളുടെ അന്തം, അറ്റം. അപ്പൊ ദിക്കായ ദിക്ക് മുഴുവൻ സകല പ്രാണികൾക്കും ഇപ്പൊ ധ്രുവൻ തന്റെ ശ്വാസോച്ഛ്വാസത്തെയും നിരോധിച്ചു. അപ്പോഴാണ് ഈ ലോകം മുഴുവൻ നിരുച്ഛ്വസിതമായത്, ശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയത്. അപ്പോ അവഗമ്യ, അപ്പൊ ഇതിനെ മനസ്സിലാക്കൽ പിന്നീട് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് കാരണമായി തീർന്നു എന്നാണ്. അപ്പൊ അങ്ങനെ ആ ഭഗവാൻ ഗരുഡന്റെ പുറത്തു കയറി ധ്രുവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. അപ്പോ ത്വദ്രൂപ ചിദ്രസ നിലീനമതി ആണ് ഭഗവാൻ. അതുകൊണ്ട് ആർക്കും ഭഗവാന്റെ സാക്ഷാത് ദർശനം സാധ്യമാകും. അപ്പൊ അതിനുവേണ്ടി ഭക്താഗ്രഗണ്യനായ ഭട്ടപാദർ പ്രത്യേകിച്ച് അവിടെ അത് സൂചിപ്പിച്ചു. ത്വദ്രൂപമാകുന്ന ചിദ്രസം, ഈ ലോകം മുഴുവൻ അപ്പോ നിരുച്ഛ്വസിതമായി ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. ദേവന്മാര് വന്ന് ഭഗവാനോട് അഭ്യർത്ഥിച്ചു. ഭഗവാൻ അവിടെ ഭൂരികാരുണ്യവേഗാൽ ഭഗവാൻ അവിടെ എത്തിച്ചേരുകയും ചെയ്തു. ഒരിക്കൽ കൂടി ആ ശ്ലോകം താവത്തപോബല നിരുച്ഛ്വസിതേ ദിഗന്തേ ദേവാർത്ഥിതസ്ത്വമുദയൽ കരുണാർദ്രചേതാ ത്വദ്രൂപചിദ്രസ നിലീനമതേ പുരസ്താദാവിർബഭൂവിധ വിഭോ ഗരുഡാധിരൂഢ. നാരായണ 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 വാതപുരേശ. തപം മൂലം ലോകത്താകെ ശ്വസിക്കാനും കഴിയാതായി താപസദേവാദികൾ തൻ അഭ്യർത്ഥനയാൽ കരുണതൻ കടലിനായി കാത്ത ധ്രുവൻ തൻ്റെ മുന്നിൽ ഗരുഡാധിരൂഢനായി ഭവാനണഞ്ഞു. നാരായണ 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 ശ്രീവാതനാഥ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സർവത്ര നാരായണ നാമ സങ്കീർത്തനം നാരായണ.